ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായമായ വിശ്വരൂപദർശന യോഗത്തിലെ 2 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 3-ാമത്തെ ശ്ലോകം നോക്കാം. ഏവമേതത് യഥാർത്ഥത്വം ആത്മാനം പരമേശ്വര ദ്രഷ്ടുമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. പരമേശ്വര, ഹേ പരമേശ്വര, സർവശക്ത സർവേശ്വര, ത്വം അങ്ങ്, ആത്മാനം അങ്ങയെപ്പറ്റി, യഥാ എപ്രകാരം, ആത്ഥ പറഞ്ഞുവോ, ഏതത് ഏവം അത് അപ്രകാരം തന്നെയാണ്, അഥവാ വാസ്തവം തന്നെയാണ്, തേ അങ്ങയുടെ, ഐശ്വരം രൂപം ഈശ്വരഭാവത്തിലുള്ള ആ രൂപം, പുരുഷോത്തമ, ഹേ പുരുഷോത്തമ, ദ്രഷ്ടും ദർശിക്കുവാൻ, ഇച്ഛാമി ഞാൻ ആഗ്രഹിക്കുന്നു. ഹേ പരമേശ്വര, സർവേശ്വര ഭഗവാനെ, അങ്ങ് അങ്ങയെപ്പറ്റി എപ്രകാരം പറഞ്ഞുവോ, എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുവോ, അത് അപ്രകാരം തന്നെയാണ്, അഥവാ വാസ്തവം തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ ആ ഈശ്വരഭാവത്തിലുള്ള രൂപം, പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരഭാവത്തിലുള്ള രൂപം, അല്ലയോ പുരുഷോത്തമ, ദർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് അടുത്തതായി അർജുനൻ പറയുന്നത്. അല്ലയോ ഭഗവാനെ, അങ്ങ് സ്വയം അങ്ങയെപ്പറ്റി വിവരിച്ചതെല്ലാം സത്യം തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും അങ്ങയുടെ ഈശ്വരീയമായ ആ വിശ്വരൂപം, അങ്ങ് വിവരിച്ച ആ വിശ്വരൂപം നേരിൽ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് അർജുനൻ പറയുന്നത്. താൻ ഈ പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു എന്നും അതേസമയം ഈ പ്രപഞ്ചം മുഴുവനും തന്നിലാണെന്നും ഭഗവാൻ പറഞ്ഞു. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതിലും താൻ വസിക്കുന്നുവെന്നും ഈ പ്രപഞ്ചത്തിലുള്ള സകലതും തന്നിൽ വസിക്കുന്നുവെന്നും ഭഗവാൻ പറഞ്ഞു. ഇത് സത്യമാണ് എന്ന് അർജുനൻ മനസ്സിലാക്കുന്നു. എങ്കിലും അതൊന്ന് നേരിൽ കാണണം ആ രൂപം എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് താനാണെങ്കിലും അതിൻ്റെ പരിണാമങ്ങളിൽ തനിക്ക് നേരിട്ട് പങ്കില്ല എന്ന് ഭഗവാൻ പറയുന്നു. എന്നാൽ ഒരു സാക്ഷിഭാവത്തിൽ എല്ലാത്തിൻ്റെയും മേൽനോട്ടം താനാണെന്നും ഭഗവാൻ പറയും. ഇതെല്ലാം കേവലം തന്നെപ്പോലെ ഒരു മനുഷ്യരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. അർജുനൻ നോക്കുമ്പോൾ തന്നെപ്പോലെയുള്ളൊരു മനുഷ്യരൂപമാണ് തൻ്റെ മുന്നിലിരിക്കുന്നത്. അദ്ദേഹമാണിതെല്ലാം പറയുന്നത്. അതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിലും ഭഗവാന്റെ ഈശ്വരീയമായ ആ ഭാവത്തെ, പ്രപഞ്ചം മുഴുവനും തന്നിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആ ഭാവത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ടൊന്ന് നേരിൽ കാണണമെന്നാണ് അർജുനൻ്റെ ആഗ്രഹം. അതാണ് ഭഗവാനോട് ആവശ്യപ്പെടുന്നത്. ഈശ്വരന് അഥവാ പരമാത്മാവിന് അനേകം രൂപഭാവങ്ങളുണ്ട്. അതിൽ ഒന്നാണ് സച്ചിദാനന്ദഭാവം, സത് ചിത് ആനന്ദഭാവം. ചിത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ബോധതലമാണ്, സൂപ്പർ കോൺഷ്യസ്നസ്, എല്ലാം അറിയുന്ന ആ ഭാവം, ഭൂത വർത്തമാന ഭാവി കാല ഭേദമില്ലാത്ത ബോധത്തിൻ്റെ അഥവാ ജ്ഞാനത്തിൻ്റെ തലമാണ് ചിത്ത് എന്ന് പറയുന്നത്. സത്തെന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിൽക്കുന്നത്, സത്യമായിട്ടുള്ളത്, നിത്യമായിട്ടുള്ളത്.
ആനന്ദം, ബ്ലിസ്, പരമാനന്ദമായ ഭാവം. അങ്ങനെ സച്ചിദാനന്ദമായ ഭാവം ഭഗവാന്റെ ഒരു ഭാവമാണ്. അതുപോലെ പ്രകടീഭവിക്കുവാനുള്ള പ്രകടീഭവിക്കുന്ന ഭാവം, അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. മാനിഫെസ്റ്റ് ചെയ്യുക, പ്രകടീഭവിക്കുക, പ്രത്യക്ഷീഭവിക്കുക. അങ്ങനെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഭാവമുണ്ട്. അത് ഈ ശുദ്ധബോധത്തിൽ നിന്നും, സത്ത് ചിത്ത് എന്നുള്ള ആ ശുദ്ധമായ ആ ബോധതലത്തിൽ നിന്നും, സൂപ്പർ കോൺഷ്യസിൽ നിന്നും, ചിത്തിൽ നിന്നും അഥവാ ശുദ്ധബോധത്തിൽ നിന്നും ഇച്ഛ ഉടലെടുക്കുന്നു. ഇച്ഛയിൽ നിന്നും സങ്കല്പമുണ്ടാകുന്നു. സങ്കല്പത്തിൽ നിന്നും സൃഷ്ടി ഉണ്ടാകുന്നു. അങ്ങനെ പ്രത്യക്ഷീഭവിക്കുന്നു. ഭഗവാന്റെ ഭാവം പ്രത്യക്ഷീഭവിക്കുന്നു അഥവാ പ്രകടീഭവിക്കുന്നു. അതിനാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. മറ്റൊരു ഭാവമാണ് ഹിരണ്യഗർഭഭാവം. അതായത് ഓരോ സൃഷ്ടിയുടെയും സൂക്ഷ്മതലത്തിൽ പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നൊക്കെ പറയുന്ന സൂക്ഷ്മ ശരീരം, സ്ഥൂലമല്ലാത്ത സൂക്ഷ്മ ശരീരഭാവത്തിൽ, ജീവാത്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. ഓരോ സൃഷ്ടിയിലും ജീവാത്മഭാവത്തിൽ, ചൈതന്യരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. അതാണ് ഹിരണ്യഗർഭൻ എന്ന ഭാവം. മറ്റൊന്നാണ് വിരാട് പുരുഷൻ, അതായത് സൃഷ്ടിയുടെ സ്ഥൂലമായ ഭാവം, ഭൗതിക പ്രപഞ്ചം അഥവാ ഈ ദൃശ്യപ്രപഞ്ചം. അതും ഈശ്വരൻ്റെ ഭാവമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവനും തന്നിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ആ ഈശ്വരഭാവം, അതാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. ഈ വിരാട് പുരുഷ ദർശനമാണ് അർജുനൻ ആഗ്രഹിക്കുന്നത്. സകല പ്രപഞ്ചത്തെയും തന്നിൽ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം, ഭഗവാന്റെ വിശ്വരൂപം, അത് നേരിൽ കാണണം. ഭാവനയിൽ മാത്രമല്ല, നേരിൽ കാണണം എന്നാണ് അർജുനൻ ഭഗവാനോട് ഈ ശ്ലോകത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.